ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഗുജറാത്ത് സംസ്ഥാനത്തിലെ യാത്ര ഒരുവിധം കഴിഞ്ഞ് അടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ കേന്ദ്രഭരണ പ്രദേശമായ ദമനിലേക്കുള്ള യാത്രയിലാണ്. സൂറത്തിൽ നിന്ന് 120 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ദമനിലേക്ക്. അതുപോലെ തന്നെ ഡിയു എന്ന് പറഞ്ഞ ഒരു കേന്ദ്രഭരണ പ്രദേശവും കൂടിയുണ്ട്. അത് ഗുജറാത്തിൻ്റെ മറ്റൊരു ബൗണ്ടറിയിലാണ് കിടക്കുന്നത്. ഏകദേശം ജുനാഗഡിൻ്റെയൊക്കെ അടുത്ത് വരും. ജുനാഗഡിൽ നിന്ന് ഒരു 170 കിലോമീറ്റർ മാറിയാൽ ഡിയു എത്താം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ദമനിലിവിടെ ഉള്ള കാഴ്ചകൾ കണ്ടാണ് ഇന്ന് നീങ്ങുന്നത്. ഈ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ സമീപ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വൽസാദ് ജില്ലയുമായി അതിർത്തി പങ്കിടുന്നു ഈ ദമൻ. ഗംഗാ നദി ഈ നഗരത്തെ രണ്ടായി തിരിക്കുന്നു. നാണി ദമൻ, മോട്ടി ദമൻ, അങ്ങനെ 2 നദികളാണ് ഇതിലെ കടന്നു പോകുന്നത്, രണ്ടായി തിരിഞ്ഞ്. ദമനിൽ പോർച്ചുഗീസ് ഭരണം 400 വർഷം തുടർന്നു. 1559 മുതൽ 1961 വരെ. 1961 ഇന്ത്യയുടെ ഭാഗമായി തീർന്നു. ദമനിൽ പൂർവ്വകാല ഫോർട്ടുകളും പള്ളി നിർമ്മിതികളും പോർച്ചുഗീസ് ശൈലിയിലുള്ള വാസ്തുവിദ്യകളും ധാരാളം കാണാം. അതേപോലെ മോട്ടി ദമൻ കോട്ട, ആ വലിയ മതിൽക്കെട്ടോടുകൂടിയ ഒരു കോട്ടയാണിത്. അതുപോലെ ഇവിടെ തന്നെ 2 ബീച്ചുകളുണ്ട്, ദേവ്ഘ ബീച്ചും ജാംബോർ ബീച്ചും. ഇവിടുത്തെ ബീച്ചുകൾ വലിയ തിരമാലകളൊന്നുമില്ലാത്ത ശാന്തമായ തീരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദമനിലേക്കുള്ള ഈ യാത്രയിൽ ഈ വഴിയിൽ കണ്ട ഒരു കുതിരകളെ കെട്ടിയിട്ടിരിക്കുന്നത് വഴിയിൽ. ഇത് എന്താവശ്യത്തിനാണോ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിച്ച് അവരെ സഞ്ചരിപ്പിക്കാനാണോ അതോ വണ്ടി വലിക്കുന്നതിനാണോ എന്തിനാണെന്നറിയില്ല, ഇവിടെ കുതിരകളെയൊക്കെ കെട്ടി സൈഡിലൊക്കെ നിർത്തിയിട്ടുണ്ട്. പോർച്ചുഗീസ് പാരമ്പര്യമുള്ള പഴയ പള്ളികളും ഇവിടെ കാണാം നമുക്ക്. ബോംജീസ് പള്ളി ഒരു പള്ളിയാണ്. ചെറിയ വ്യവസായങ്ങളും ഇവിടങ്ങളിൽ ഉണ്ട്. അതുപോലെ ടൂറിസവും വലിയ വരുമാനം തന്നെ നൽകുന്നു. ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നെല്ലാം തന്നെ ഇവിടേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. പിന്നെ മദ്യത്തിനും ഭയങ്കര വില കുറവാണ്. അതുകൊണ്ട് ആ ലെവലിലും ഇവിടെ വന്ന്, ഗുജറാത്തിൽ ഡ്രൈ സ്റ്റേറ്റ് ആയ കാരണം അവിടെ നിന്നും ധാരാളം ആൾക്കാർ ഇതിനു വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ദമൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ മൗര്യ സാമ്രാജ്യ കാലത്ത് തന്നെ അശോക ചക്രവർത്തിയുടെ കീഴിൽ ഇവിടം ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് ദമൻ. 1559 മുതൽ പോർച്ചുഗീസ് ദമൻ പിടിച്ചെടുത്തു. അതുപോലെ ഗോവയും ദിയുവും ഉൾപ്പെടുന്ന അവരുടെ ഇന്ത്യൻ ഒരു പ്രദേശമായിരുന്നു. അറബിക്കടലിനരികെയുള്ള ഈ ദമൻ്റെ സ്ഥാനം കാരണം ദമൻ ഒരു പ്രധാന പോർട്ടായും വ്യാപാര കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു ശേഷവും പോർച്ചുഗീസുകാർ ഇത് ഇന്ത്യക്ക് വിട്ടു നൽകിയില്ല. 1961 വരെ ദമൻ പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്നു. ദമൻ്റെ ഭക്ഷണത്തിൽ ഗുജറാത്തി പോർച്ചുഗീസ് ശൈലികളുള്ള ഒരു സംയോജനം നമുക്ക് ഇവിടുത്തെ ഭക്ഷണത്തിലെല്ലാം കാണാം. അതുപോലെ പോർച്ചുഗീസിൽ നിന്ന് ലഭിച്ച കോരിഡിനോ പോലുള്ള നൃത്തങ്ങൾ, അതുപോലെ ഗുജറാത്തി പ്രാദേശിക സംഗീതം, ഗുജറാത്തി ഗർബ എന്നിവയും പ്രധാനമുള്ള നൃത്തങ്ങളായി ഇവിടെ കൊണ്ടാടുന്നുണ്ട്. ദിയു അറബിക്കടലിൻ്റെ 3 ഭാഗങ്ങളും ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഡിയു. 1535 പോർച്ചുഗീസ് ഗുജറാത്ത് സുൽത്താനെ തോൽപ്പിച്ച ശേഷം ദിയു പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളികളും കോട്ടകളും അവിടെയും ധാരാളം തന്നെയുണ്ട്. ഇതാണ് ഡിയുവിൽ
പറയാനുള്ളത്. ദ്വീപിലും കുറച്ച് പള്ളികളും അതുപോലെ ദ്വീപിൽ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ടയൊക്കെ കാണാനുണ്ട്. ഇവിടെയും ഈ പോർച്ചുഗീസ് ശൈലിയിലുള്ള ധാരാളം ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് ഈ റോഡിന് ഇരുവശവും കാണാം. ഇവിടെ തന്നെ ഒരു പള്ളിയും നമ്മൾ പോണ്ടിച്ചേരിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഗോവയിലൊക്കെ പോലുള്ള നല്ല കളർഫുൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള പഴയകാല ബിൽഡിങ്ങുകളെല്ലാം ഈ ഭാഗത്ത് ധാരാളം കാണാനുണ്ട്. 1535 മുതൽ 1961 വരെ പോർച്ചുഗീസ് അധീനതയിലായിരുന്നു എങ്കിലും 1961 ഡിസംബർ 19 ഇന്ത്യൻ സൈന്യം ഒരു ഓപ്പറേഷൻ വിജയ് എന്നൊരു പേരിട്ട് ഇത് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ഭാഗമായി അങ്ങനെ ഡമൻ ആൻഡ് ദിയു, ദാദ്ര നാഗർ ഹവേലി അങ്ങനെ പുതിയ കേന്ദ്രഭരണ പ്രദേശമായി ഇത് മാറി. 1961 മുതൽ 2020 വരെ ഡമൻ ദിയും ഒരു സ്വതന്ത്ര കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. പിന്നീട് 2020 ജനുവരി 26 എല്ലാം സംയോജിപ്പിച്ച് പുതിയ ഒരു കേന്ദ്രഭരണ പ്രദേശം രൂപീകരിച്ചത്. 1961 1987 ഇടയിലുള്ള കാലഘട്ടത്തിൽ ഗോവയും ദമൻ ദിയും എന്നിവ ഒരു യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. എന്നാൽ ഗോവയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചതിന് ശേഷമാണ് പിന്നീട് ദമനും ദിയും പ്രത്യേക കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആയത്. എന്നാൽ ഈ ദമനും ദിയും തമ്മിൽ റോഡ് മാർഗം നല്ല ദൂരവ്യത്യാസമുണ്ട്. ഒരു 400-500 കിലോമീറ്റർ ദൂരവ്യത്യാസത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 2019 ഡിസംബർ ദമൻ ദിയു അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുമായി കൂട്ടിച്ചേർപ്പിച്ച് ഒറ്റ പേരിൽ കേന്ദ്രഭരണ പ്രദേശമായി ഇത് ഇന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമനിർമ്മാണം നടത്തി പാസാക്കി. ദമൻ ദിയും ഇപ്പോൾ ഓരോ ജില്ലയാണ്. ഇവിടെ ഇത് എഴുതി വച്ചിട്ടുണ്ട് ഈ ലൈറ്റ് ഹൗസുമേൽ. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഇതൊരു കോട്ടയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സിമ്പലാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ അറബിക്കടലിൻ്റെ ദൃശ്യമെല്ലാം വളരെ മനോഹരമായി ആ തീരം നമുക്ക് കാണാം. താഴത്തുള്ള ആ പുൽമൈതാനവും അതുപോലെ തന്നെ അവിടെയുള്ള ആ പ്രദേശങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായി കാണാം ഇതിൻ്റെ മുകളിൽ നിന്ന്. ഇതാണ് ആ പ്രദേശങ്ങൾ. നമുക്ക് മുകളിൽ നിന്ന് ഈ താഴെ നോക്കുമ്പോൾ ഇതെല്ലാം കളിസ്ഥലങ്ങളും അതുപോലെ പുല്ലുപാവിയ ഓപ്പൺ എയർ പ്രദേശങ്ങളുമാണ്. അങ്ങകലെ കാണുന്നത് അറബിക്കടലും അതിൻ്റെ തീരവുമാണ്, മണൽ തീരവുമാണ് ഈ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും കൂടി കൂട്ടിച്ചേർത്തതിന് ശേഷം ഈ ഔദ്യോഗികമായി ഇതിൻ്റെ പേര് ഇപ്പോഴത്തെ എല്ലാം കൂടി ചേർത്തിട്ട് പുതിയ കേന്ദ്രഭരണ പ്രദേശം ഉണ്ടാക്കിയതിനു ശേഷമുള്ള പേര് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡമൻ ദിയു എന്നാണ് പേരിപ്പോൾ. ദാദ്ര ആൻഡ് നാഗർ ഹവേലിക്കും ഇത് തന്നെയാണ് ചരിത്രം. ഇത് ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ്, മഹാരാഷ്ട്രയുടെ തെക്ക് കിഴക്ക് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. 1779 പോർച്ചുഗീസ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി പിടിച്ചെടുത്തു. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗീസ് ഭരണത്തിൽ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 1954 ദാദ്ര ആൻഡ് നാഗർ ഹവേലി പ്രാദേശിക സ്വാതന്ത്ര്യ സമരങ്ങളാൽ പോർച്ചുഗീസിൽ നിന്ന് മോചിതമായി. 1961 ഇത് ഒരു ഔദ്യോഗികമായി ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായി. 2020 ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും ഈ ദമൻ ആൻഡ് ദിയുവിൽ ലയിച്ചു. കേന്ദ്രഭരണ പ്രദേശം മൊത്തം കൂടിയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നു. ഈ പ്രദേശത്ത് വിവിധ ആദിവാസി സമൂഹങ്ങൾ ധാരാളം വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. വാർലി, ഡുബ്ലാസ്, ദൂഡിയ, കോക്ന തുടങ്ങിയ ആദിവാസി സമൂഹങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് സംഗീതം, നൃത്തങ്ങൾ സംസ്കാരത്തിൻ്റെ ഭാഗമായി തുടരുന്ന ഒരു ആദിവാസി സമൂഹം കൂടിയാണ്. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നു. അതുപോലെ സാംസ്കാരിക വൈവിധ്യങ്ങളായ പ്രദർശിപ്പിക്കുന്ന ഓരോ ഉത്സവങ്ങളും ഇവിടെ കലോയ് ഡോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉത്സവമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അത് പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട്
ഉള്ള ഒരു ഉത്സവം കൂടിയാണ്. അതുപോലെ ദീപാവലിയും ഹോളിയും ഇവിടെ ആഘോഷിക്കുന്നു. ഇവരുടെ ആദിവാസികളുടെ പെയിൻറ്റിങ്ങുകൾ, ബാമ്പു കലയുടെ പരമ്പരാഗത അലങ്കാരങ്ങളുള്ള ആ വസ്തുക്കൾ ഇവിടങ്ങളിൽ ധാരാളം വിൽപ്പനയ്ക്കും അതുപോലെ തന്നെ അവരുടെ കരകൗശല വസ്തുക്കളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെ ഗുജറാത്തി, ഹിന്ദി, അതേപോലെ ഇവരുടെ ഗോത്രഭാഷയായ ആയും എന്ന ആദിവാസി ഭാഷയും ഇവിടെ സംസാരിക്കുന്നു. ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ദാദ്ര ആൻഡ് നഗർ ഹവേലിയും. ഈ ദമനിൽ നിന്ന് വെറും 15 കിലോമീറ്റർ ഉള്ളൂ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലേക്ക് എത്താൻ. ഞാനിവിടെ വരുന്നത് ഒരു ആഗസ്റ്റ് 15 കാരണം ഇവിടെ മൊത്തം ദേശീയ പതാകകൾ കൊണ്ട് ഈ റോഡിന് ഇരുവശവും അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ഈ കടലോരത്തിൻ്റെ 2 സൈഡിലും വൺ വേ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും വൺ വേ ഉള്ള റോഡാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വിശാലമായ, അതിവിശാലമായി, ഗംഭീരമായി ഇവർ ഈ കടലോരം, ബീച്ച് സൈഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഡിവൈഡേഴ്സിലെല്ലാം തന്നെ നല്ല ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയോടുകൂടി, വൃത്തികേട് ഇല്ലാതെ, വേസ്റ്റ് ഒന്നും വഴിയിലൊന്നും വലിച്ചെറിയാതെ നല്ല ക്ലീനായി നോക്കുന്നുണ്ട്. ഇവിടുത്തെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ വളരെ നീളത്തിൽ 10-40 കിലോമീറ്റർ നീളത്തിൽ ബീച്ച് സൈഡ് റോഡുണ്ട്. വളരെ വൃത്തിയോടുകൂടി സംരക്ഷിക്കുന്ന ഏരിയയിൽ ഈ റോഡിന് സൈഡിൽ നടപ്പാത, ആ നടപ്പാതയ്ക്കൊക്കെ തന്നെ നല്ല ടൈലൊക്കെ ഇട്ട് അതിലൊക്കെയാണ് വണ്ടികൾ കയറ്റി നിർത്തുന്നത്. നമ്മുടെ അവിടെ നടപ്പാത റോഡിന് മുകളിലേക്ക് ഉയർത്തി നിർത്തുന്നത് കാരണം വണ്ടി റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, അതൊരു നല്ല മാതൃകയാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ കടലിലെ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഈ നമ്മളവിടെയൊക്കെ തേപ്പ് പണിക്കൊക്കെ എടുക്കുന്ന പോലെയുള്ള ഒരു ബ്രൗൺ നിറത്തിലുള്ള, പണ്ട് ഉണ്ടായിരുന്ന അതുപോലെയുള്ള ഒരു മണലുള്ള ഒരു, ബാക്കിയുള്ള ബീച്ചുകളിൽ പോകുമ്പോഴുള്ള ഒരു പഞ്ചസാര മണലിന് പകരം ഒരു കറുത്ത മണലാണ് ഇവിടെ. വെള്ളത്തിനും ആ നിറത്തിൽ തന്നെയാണ്, ചെളിയായിട്ടുള്ള ഒരു വെള്ളം പോലുള്ള ഒരു വെള്ളത്തിലാണ് തിരമാലകൾ അടിക്കുന്നത്. അത് ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഈ ദമൻ ആൻഡ് ദിയു കണ്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.